യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ആരെന്നാണ് അവർ പറയുന്നത്? ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ചിലർ പറയുന്നത് നീ യോഹന്നാൻ സ്നാപകനെന്നാണ്, ചിലർ നീ ഏലിയ പ്രവാചകനെന്നും ഇരമ്യ പ്രവാചകനെന്നും പറയുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് യേശുവിൻ്റെ ശിഷ്യനായ ശിമോൻ കർത്താവിനോട് പറഞ്ഞു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു കർത്താവ് ശിമോനോട് പറഞ്ഞു, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കും വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? യേശുവിനെക്കുറിച്ച് ശീമോൻ പറഞ്ഞു, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു ശീമോനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശുവിനെ ദൈവപുത്രൻ എന്ന വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ദൈവപുത്രനാണ് എന്ന വെളിപ്പാടിലാണ് നിങ്ങൾ യേശുവിനെ അറിയുന്നതെങ്കിൽ, ആരാധിക്കുന്നതെങ്കിൽ, ദൈവം നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ സഭയെ പണിയാൻ പോവുകയാണ്. വചന വെളിപ്പാടിൽ നിൽക്കുന്ന നിന്നെ തകർക്കുവാൻ, നിന്റെ മുന്നേറ്റത്തെ തടയുവാൻ, നിന്നെ ഒതുക്കുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശുവിനെ ശീമോൻ ആദ്യമായി കാണുന്ന ഒരു സമയമുണ്ട്. തൻ്റെ സഹോദരനായ അന്ത്രയാസാണ് ശീമോന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. തന്നെ ആദ്യമായി കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശീമോൻ ആകുന്നു. നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ശീമോൻ എന്ന് പറഞ്ഞാൽ ഞാങ്ങണ എന്നാണ് അർത്ഥം. എപ്പോഴും ആടുന്ന ഞാങ്ങണ, ഉറപ്പില്ലാത്ത, ബലമില്ലാത്ത ഒരു ശീമോൻ. ദൈവം അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ശീമോനാണ്, എന്നാൽ നിനക്ക് കേഫ എന്ന പേരാകും. അത് പത്രോസ് എന്നാകുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറക്കഷണമെന്നാണ്. ഇന്ന് നീ ആടുന്നവനാണ്, എന്നാൽ നീ ഒരു പാറക്കഷണമാകും. പ്രിയപ്പെട്ടവരെ, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, ക്രിസ്തുവാണെന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് നീ പത്രോസ് ആകുന്നു എന്നാണ്. നിങ്ങൾ വചന വെളിപ്പാടുള്ളവനാണെങ്കിൽ, യേശു ദൈവപുത്രനാണെന്ന വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ, ഇന്ന് പകൽ വചനം നിന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്. വചന വെളിപ്പാടുള്ളവനെ വചനം ഉറപ്പിക്കും. നിന്റെ സാഹചര്യം അത് എത്ര മോശമാണെങ്കിലും, നിന്റെ പാരമ്പര്യം എത്ര മോശമാണെങ്കിലും, നീ നിരാശപ്പെടണ്ട. ഈ വചനമാകുന്ന പാറയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കാൻ പോവുകയാണ്.
നിന്റെ ജീവിതത്തിൽ നിനക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിൽ ദൈവം നിന്നെ മാനിക്കുവാനും ഉയർത്തുവാനും പോവുകയാണ്. വചന വെളിപ്പാടിൽ മുന്നോട്ട് ചുവടുകൾ വയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.